ഇത്രയും നാണം കെട്ട ഒരു പ്രസിഡന്റ് ലോകത്തുണ്ടാകില്ല. അമേരിക്കയെ പറയിപ്പിച്ചു, അമേരിക്കയുടെ നാശം കണ്ടു, അമേരിക്കയെ ഇല്ലാതാക്കി, അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായ ഒരു പ്രസിഡന്റ്. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ യുദ്ധവിമാനം ആകാശത്ത് വെച്ച് വെടിയേറ്റു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ, അത് CNN ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ അത് ആ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വരുമ്പോൾ ലോകം വീണ്ടും ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ വീണ്ടും അമേരിക്ക നാണം കെടുകയാണ്. വീണ്ടും വീണ്ടും നാണം കെട്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ ഒന്നുമല്ല എന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധം തുടങ്ങി 6 മാസം പിന്നിടുമ്പോൾ ഇറാന്റെ പ്രതിരോധ ശേഷി എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഈ യുദ്ധത്തിൽ കണ്ടതാണ്. സ്വന്തം സൈനികരെ രക്ഷിക്കാൻ പോലും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ ട്രംപിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവരുടെ അത്യാധുനിക യുദ്ധവിമാനം ആകാശത്ത് വെച്ച് വെടിയേറ്റു എന്നുള്ള ഒരു വാർത്തകൾ കൂടി ഈ പറയുന്ന ചാനലുകൾ പുറത്തുവിടുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്കയുടെ പതനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാമെന്നും ലോകത്ത് ഒന്നിനും തടുക്കാനാകില്ല എന്നും പെന്റഗൺ വീരവാദം മുഴക്കിയ അമേരിക്കയുടെ ഏറ്റവും വിലയേറിയ F-35 ലൈറ്റനിങ് 2 എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ ആകാശത്ത് വെടിയേറ്റ് പിഴയുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മെയ്ഡേ മെയ്ഡേ എന്ന് നിലവിളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര അടിയന്തര കോഡായിട്ടുള്ള സ്ക്വാക്കേഴ്സ് 7700 ആക്ടിവേറ്റ് ചെയ്ത് UAE അൽ ദഫ്ര താവളത്തിലേക്ക് ജീവനം കൊണ്ട് പാഞ്ഞ് എടുക്കുകയാണ്. US പൈലറ്റിന്റെ ആ ഒരു ഭയം എന്ന് പറയുന്നത്. മാത്രമല്ല, വൻ ശക്തി രാജ്യത്തിന്റെ ഒരു ആധിപത്യത്തിന്റെ നേർചിത്രമാണിത്. അതായത് എല്ലാം ഞങ്ങളെ കൊണ്ട് സാധിക്കും, ഞങ്ങളുടെ പക്കൽ ഇത്തരം യുദ്ധവിമാനങ്ങളുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോഴും അമേരിക്കയ്ക്കുണ്ടാകുന്ന നാണക്കേടും വലിയ പ്രശ്നവും പ്രതിസന്ധിയുമെല്ലാം വീണ്ടും വീണ്ടും യുദ്ധത്തിലൂടെ അവർ വീണ്ടും തെളിയിക്കുകയാണ്. നമുക്കറിയാം, ഫെബ്രുവരി 28-ന് അമേരിക്കൻ സഖ്യകക്ഷികൾ അഴിച്ചുവിട്ട ഈ ഒരു അധിനിവേശ യുദ്ധത്തിൽ പരാജയം സമ്മതിക്കാൻ മടിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നെട്ടോട്ട് ഓടുകയാണ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഉൾപ്പെടെ പുറത്തുവിടുന്നത്. ഇന്ന് കുറച്ചുകൂടി ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വരുമ്പോഴും ആ യുദ്ധത്തിലെ പരാജയത്തെ അവർക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ സമ്മതിക്കാനോ കഴിയുന്നില്ല. അവർ അതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. ഈ ഒരു കാര്യവും പറയാതെ ഈ ഒരു യുദ്ധം ഞങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു അവിടുത്തെ സൈനികരോ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ ഏർപ്പെട്ട മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്കോ അവിടെ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായോ എന്നൊന്നും തന്നെ പറയാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുതിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി ഇവിടെയാണ് സൈനികമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ വഴങ്ങാത്തതിനെ അല്ല, ഒരുപക്ഷെ പരാജയം അവരുടെ മുന്നിൽ സമ്മതിക്കാത്തതിനെ തുടർന്ന് വരാനിരിക്കുന്ന US ഇടക്കാല തെരഞ്ഞെടുപ്പിലെ നാണക്കേട് മറയ്ക്കാനായിട്ട് തിങ്കളാഴ്ച മുതൽ അതിക്രൂരമായിട്ടുള്ള പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് വാഷിംഗ്ടൺ. ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളിയായിട്ടുള്ള ചൈനയും UAEയും ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക പ്രഖ്യാപിക്കുന്ന ഈ ഒരു എക്കണോമിക് വാർഫെയർ ഐക്യരാഷ്ട്രസഭയിലെ ഓരോ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ടെഹ്റാൻ ശക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുന്നവരല്ല പേർഷ്യൻ കടലിടുക്കിന്റെ കാവൽക്കാരെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏത് ഉപരോധം കൊണ്ടുവന്നാലും അത് കാറ്റിൽ പറത്തും, അതിൽ യാതൊരു സംശയവുമില്ല. ഹോർമുസ് ട്രംപിന്റെ പേരിടണമെന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഹോർമുസിന്റെ നിയന്ത്രണം ഇപ്പോൾ ഇറാന്റെ കയ്യിലാണ്. ഈ 14 വർഷം മുമ്പ് നിങ്ങൾ ഉപരോധം തുടങ്ങി, പരാജയപ്പെട്ടു. 8 വർഷം മുമ്പ് വീണ്ടും ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇപ്പോൾ ഹോർമുസിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഒരു മാസ് മറുപടി വൈറ്റ് ഹൗസിന്റെ ഉറക്കം കെടുത്തുകയാണ്. സത്യമല്ലേ? ഈ പറയുന്ന കാലയളവിൽ അമേരിക്ക ഇറാനോട് യുദ്ധം ചെയ്യാൻ പോയിട്ട് ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞില്ല. വെനസ്വല പോലെയല്ല ഇറാൻ എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. മാത്രമല്ല, ഒരു ഏകാധിപത്യം, ഞങ്ങളാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ, ഞങ്ങളാണ് ലോകത്തിന്റെ വൻ ശക്തി എന്ന് സ്വയം പറയപ്പെടുന്ന അമേരിക്കയുടെ ചങ്കൂറ്റവും അമേരിക്കയുടെ ശക്തിയും എല്ലാം ഇറാന്റെ മുന്നിൽ താഴെ വീണു എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇറാന്റെ രോമത്തിൽ പോലും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇറാന്റെ രോമത്തിൽ പോലും ഈ പറയുന്ന അമേരിക്കയ്ക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല.
നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും അവർ കൊണ്ടുവന്ന ഒരു ലക്ഷ്യം പോലും പൂർത്തീകരിക്കാനോ അതിൽ തുടങ്ങാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി തങ്ങൾ ഈ ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്നും ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറാൻ അമേരിക്ക തയ്യാറാകണമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ഇറാന്റെ സമ്പൂർണ്ണ മേധാവിത്വമാണ് വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യയിൽ വലിയൊരു ശക്തി ഉടലെടുത്തു. മാത്രമല്ല, ഒരു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ പരാജയം ഇവിടെ അമേരിക്കയ്ക്കുണ്ട്. ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ആക്രമണം നടത്താൻ കെൽപ്പുള്ള F-35 വിമാനത്തെയാണ് ഇറാന്റെ അത്യാധുനിക എയർ ഡിഫൻസ് റഡാറുകൾ കൃത്യമായിട്ട് കണ്ടെത്തുകയും പ്രതിരോധിക്കുകയും ചെയ്തത്. അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ് ആ നീക്കം എന്ന് പറയുന്നത്. ഇനി ആകാശത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ തകർച്ച, സൈബർ ഇടങ്ങളിലും ഇറാന്റെ മേൽക്കൈ എന്ന് പറയുന്നത് അത്രത്തോളമാണ്. ഇറാന്റെ ആക്രമണത്തിൽ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതോടെ US പൈലറ്റിന് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ബാർഗിൻ ചെയ്തതാണ്. ഖത്തർ വന്നിട്ട് പറഞ്ഞതാണ്, നെഗോസിയേഷൻ നടത്തിയതാണ്. അതായത് അവിടുത്തെ ഇറാന്റെ പൈലറ്റുമാർ ഞങ്ങളുടെ പക്കലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സമാധാന കരാറിന് വരണമെന്ന്. പക്ഷെ എന്തായി? അതിനെയൊക്കെ പുല്ലുപോലെ ഇറാൻ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് പൈലറ്റുമാർ അവർ മരണപ്പെട്ടാലും അവിടെ ഉണ്ടെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല, നിലപാടിൽ നിന്ന് മാറില്ല. 1-2 പേർ മരിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുകയോ ചെയ്താലൊന്നും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യുദ്ധമുഖത്ത് മരണം തൊട്ടടുത്തറിഞ്ഞിട്ട് പോലും അവിടെ നിന്ന് മാറാതെ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് അവിടെ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെ എന്ന് പറയുന്നത്. ഇനി അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പോകാൻ, അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്ക്വാക്ക് 7700 കോഡ് ആക്ടിവേറ്റ് ചെയ്ത് ജീവനം കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്ന അവസ്ഥയാണ് അമേരിക്കൻ പൈലറ്റുമാർക്കുള്ളത്. കപ്പൽ ഒരു സൈഡിന് കടക്കുകയാണ്, ഏത് നിമിഷവും മുങ്ങാം, ഏത് നിമിഷം ഒരു കൂട്ട മരണം സംഭവിക്കാം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിത്തല്ലി മരിക്കുന്ന ഒരു കാഴ്ച ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന USSന്റെ ഒരു പടക്കപ്പലിനുണ്ട്. അത് ഇപ്പോഴും ആ കടലിനുള്ളിലാണ്. അവിടെ ക്ഷാമം വരുന്നുണ്ട്, രോഗം വരുന്നുണ്ട്, അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. മൊത്തത്തിൽ സൈനികപരമായിട്ട് അവർക്ക് വലിയ പ്രശ്നമാണ്. കടലിലെ നാവികർക്കും വലിയൊരു പ്രതിസന്ധി അനുഭവപ്പെടുകയാണ്. ഇനി ഹോർമുസ് കടലിടുക്കിലെ സമ്പൂർണ്ണ നിയന്ത്രണം, ലോകത്തെ എണ്ണ വിപണിയുടെ 20% കടന്നു പോകുന്ന ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഉപരോധം കാരണം ആയിരക്കണക്കിന് അന്താരാഷ്ട്ര കപ്പലുകളാണ് കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് ആഗോള വിപണിയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. 1000 കപ്പലുകൾ ഒരെണ്ണം പോലും പുറത്തു വിടാതെ അവരുടെ അനുമതിയോടെ മാത്രം പുറത്തു വിട്ടുകൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും ഹോർമുസ് കടലിടുക്ക് ആരുടെ കൈകളിലാണെന്ന്. ഇനി ട്രംപിന്റെ ഒരു രാഷ്ട്രീയ നാടകം കൂടിയുണ്ട്. യുദ്ധരംഗത്തെ കനത്ത പരാജയം കാരണം തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് 75 ദിവസങ്ങൾക്ക് ഇപ്പുറം വരാനിരിക്കുന്ന ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ട്. അതിൽ ജയിക്കുവാനുമാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പുതിയ നാടകവുമായിട്ട് ഒരു ഉപരോധം ഏർപ്പെടുത്താൻ രംഗത്തെത്തുന്നത്. പക്ഷെ ഇതൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇനി എവിടെയാണ് ഇതിന് ഒരു വഴിമുട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈനികമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ വഴങ്ങാതെ വന്ന സാഹചര്യത്തിൽ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് നിലവിൽ കൃത്യമായിട്ടൊരു യാതൊരു പദ്ധതിയും ഇല്ലാതെ പെന്റഗൺ ഇരുട്ടിൽ തപ്പുകയാണ്. കാരണം ഒന്നും നടത്താൻ കഴിയുന്നില്ല. ഈ പെന്റഗൺ പരാജയപ്പെടുകയാണ്. ഇനി തിങ്കളാഴ്ച മുതൽ US ട്രഷറി സെക്രട്ടറി പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ നിർദ്ദേശങ്ങൾ ഇറാനെ സാമ്പത്തികമായിട്ട് ഒറ്റപ്പെടുത്താനുള്ളതാണെങ്കിലും അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ളത് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇനി ചൈനയിലെ ഹിമാലയൻ പ്രതിരോധം ഇപ്പൊ ചൈനയെ വലിച്ചിഴച്ചിട്ടിട്ടുണ്ട്. ഇറാന്റെ എണ്ണ ഇറക്കുമതിയുടെ 80% കൈയാളുന്നത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെ തകർക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി ചൈനയ്ക്ക് മുന്നിൽ വില പോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അമേരിക്കയുടെ ഭീഷണികളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ ഉപരോധങ്ങളല്ല നയതന്ത്രമാണ് പരിഹാരമെന്ന് വ്യക്തമാക്കി ഇറാന് തങ്ങളുടെ ശക്തമായിട്ടുള്ള നയതന്ത്ര പിന്തുണ പ്രഖ്യാപിച്ചു. USന്റെ പുതിയ ഉപരോധ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി തുറന്നടിച്ചതോടെ ആഗോളതലത്തിൽ അമേരിക്കയുടെ ധാർമ്മിക പരാജയമാണ് വെളിവാകുന്നത്. ഇനി അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങളും നയതന്ത്ര ചതികളും ഇറാന്റെ മനക്കരുത്തിന് മുന്നിൽ എങ്ങനെ തകർന്നടിഞ്ഞു എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഒടുവിൽ പുറത്തു വന്ന ഈ ഒരു 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് 350% മുകളിലുള്ള കടുത്ത പണപ്പെരുപ്പത്തിലൂടെ ഇറാന്റെ ജീവിതം സ്തംഭിപ്പിക്കാമെന്ന് വാഷിംഗ്ടൺ കരുതിയെങ്കിലും അത് നടന്നില്ല.
ഇനി അത് മാത്രമല്ല, ഈ UAE, തുർക്കി, ഒമാൻ തുടങ്ങിയ വൻ ശക്തി രാജ്യങ്ങളിലെ കോടീശ്വരമായിട്ടുള്ള നിക്ഷേപകരും ടെഹ്റാനിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. കാരണം അവിടെ വലിയൊരു നീക്കം നടക്കുന്നുണ്ട്, ഒരു നയതന്ത്ര നീക്കം നടത്തുന്നുണ്ട്. ഇനി ഈ സാമ്പത്തിക പ്രതിരോധം വെറും ഒരു യാദൃശികതയല്ല, മറിച്ച് ജൂൺ മാസത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ട നയതന്ത്ര കരാറുകൾ ദിവസങ്ങൾക്കകം ലംഘിച്ച് വീണ്ടും ആക്രമണം നടത്തിയ അമേരിക്കയുടെ വിശ്വാസവഞ്ചനയ്ക്കുള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ്. ഇനി വാഷിംഗ്ടണിന്റെ നയതന്ത്ര ചതിക്ക് യുദ്ധഭൂമിയിൽ F-35 യുദ്ധവിമാനം തകർന്നുകൊണ്ട് സൈനികമായിട്ടുള്ള തിരിച്ചടി നൽകി ഇറാൻ രംഗത്ത് വന്നിരിക്കുമ്പോഴും ലോകം മൊത്തത്തിൽ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ ഇനി എങ്ങനെ പോയാലും അമേരിക്കയ്ക്ക് ജയിച്ചു കയറുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് ട്രംപ് തിരിയുന്നത്. പക്ഷേ ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിലും ഉപരോധങ്ങൾ ഇറാന്റെ മേൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് അതൊരിക്കലും അങ്ങോട്ടേക്ക് ശരിയാകില്ല എന്നുള്ളതാണ്. കാരണം ട്രംപിനെതിരെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു, പെട്രോൾ വില കൂടുന്നു, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ജനജീവിതം അവിടെയും ദുസ്സഹമാകുന്നു. പിന്നെ വേറൊന്നുമല്ല, അവർ തന്നെ പറയുന്നത് തെരുവിലിറങ്ങിക്കൊണ്ട് പ്ലക്കാർഡുകൾ പിടിച്ച് അവർ സമരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുമ്പോൾ അവർ പറയുന്ന ഒറ്റ കാര്യമുണ്ട്: ഈ യുദ്ധം അനാവശ്യമായിരുന്നു, ഇത് ഇസ്രയേലിന് വേണ്ടി ചെയ്തതാണ്, ശരിക്കും ഇറാന് വേണ്ടി ഈ യുദ്ധം ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ അത് അമേരിക്കയുടെ അല്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ്, ട്രംപിന് കൊടുക്കുന്ന വലിയൊരു മറുപടിയാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആളുകൾ മാറുമ്പോൾ കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ പരാജയമാണ്. അതായത് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുന്ന അമേരിക്കൻ എന്ന വലിയ ഒരു സാമ്രാജ്യത്തിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു താഴെത്തട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിലം പരിശാവുന്ന ഒരു പതനത്തിന്റെ കഥ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രം കൂടിയാണ് ഇറാൻ യുദ്ധത്തിൽ ഇത്രയും കാലം മനസ്സിലാക്കാൻ സാധിച്ചത്. 7 മാസം പിന്നിടുമ്പോൾ അത് തന്നെയാണ് വെളിവാകുന്നതും. അമേരിക്കയുടെ അഹങ്കാരം അരിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ് ടെഹ്റാൻ.